ഹായ് ഓൾ, വെൽക്കം ടു ജി ടി എഡ്യൂക്കേഷൻ കൊരട്ടി. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്ന വീഡിയോ സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയിൽ വോളിയം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് രണ്ട് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു പാരാഗ്ലൈഡിങ് നടത്തുന്ന ഒരു ഇതിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സൈക്ലിംഗ്, അതൊക്കെ വളരെ എല്ലാവർക്കും ഇഷ്ടമായി. അതിനൊക്കെയാണ് കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, നമ്മൾ ഈ പഠിച്ചിട്ട് എന്താണ് കാര്യം, ഈ ഫോർമുലകളൊക്കെ അറിഞ്ഞാൽ എന്താണ് ഇത് ജീവിതത്തിൽ എവിടെയൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് 8 വയസ്സ് തൊട്ടുള്ള ആൾക്കാരും 80 വയസ്സ് വരെയുള്ളവരും നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനം, ലേണിംഗ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി സംബന്ധമായി ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യം വന്നില്ലെങ്കിൽ കൂടിയും ജീവിതത്തിൽ എവിടെയെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ നിങ്ങൾക്കിത് അറിയാമെന്നുണ്ടെങ്കിൽ ഇതറിയാത്ത കുറേ ആൾക്കാരുണ്ടാകും. നമ്മൾ ആശാരിമാർ, കാർപ്പൻറ്റേഴ്സ്, സ്കിൽഡ് വർക്കേഴ്സും ചിലപ്പോൾ ഇത് അറിയുണ്ടാവില്ല. പക്ഷെ പഠിച്ചൊരു വ്യക്തിക്ക് ഇതറിയാം, പക്ഷെ അവരാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു അപ്ലിക്കേഷനുള്ളൊരു സയൻസ് തന്നെ പറയാം. അപ്പോൾ ആരും അതുകൊണ്ട് ഞാൻ ഈ ഫോർമുല പഠിച്ചിട്ട് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല, പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്നത് ടോട്ടൽ സർഫസ് ഏരിയ വോളിയം ഓഫ് എ സിലിണ്ടർ. ഇപ്പോൾ സിലിണ്ടർ എന്ന് പറയുന്ന ഷേപ്പ് ഈ ഷേപ്പാണ്. കുറച്ചും കൂടി നമുക്ക് പറയുകയാണെങ്കിൽ വലിയ ഇതാണ് സിലിണ്ടർ എന്ന് പറയുന്ന ഷേപ്പ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബേസ്. ഈ ബേസും ഇതും സെയിം ആണ്. ഇവിടെ ഇപ്പോൾ ഇതിനൊരു അടപ്പനുണ്ട്, പക്ഷെ ഇവിടെ വരെ സിലിണ്ടറിക്കൽ ഷേപ്പായിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ, TSA എന്ന് പറയുന്ന ടോട്ടൽ സർഫസ് ഏരിയയാണ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സ്റ്റേറ്റ് സിലബസിലും CBSE സിലബസിലും ICSEയിലും മാത്സ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു 8ാം ക്ലാസ് മുതൽ ഹയർ സ്റ്റഡീസിന് വരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. എഞ്ചിനീയറിങ്ങിനാണെങ്കിലും മെക്കാനിക്സിലും ഒക്കെ അപ്ലൈ ചെയ്യേണ്ട ഭാഗമാണ്. ഒരു ബേസിക് ഭാഗമാണ്. അപ്പോൾ സിലിണ്ടർ എന്ന് പറയുന്ന ഷേപ്പ് വളരെ എഞ്ചിനീയറിംഗിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ഇതിനെ 2 ബേസ്, ഇതിൻ്റെ ബേസാണ്. അതുപോലെ ഇപ്പുറത്തും ഒരു ഫേസ് ഉണ്ട്. ഈ 2 ഫേസിൻ്റെ പ്രത്യേകത ഷേപ്പ് സർക്കിളിൻ്റെ ഷേപ്പാണ്. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ഇപ്പം 2 സർക്കുലർ ഫേസ് ഉള്ളത് കൊണ്ട് അപ്പോൾ ശരിക്കും സിലിണ്ടറിക്കൽ ഇതുപോലെ തന്നെയാണ് വരെ. ഇവിടെ ചെറിയ ഡിസൈനൊക്കെ ഉണ്ട്, ഞാനത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു മാത്രമേ. അപ്പോൾ നോക്കി πr² അതാണ് ഇവിടെ πr² 2πr². പിന്നെ ഇത് കൂടാതെ ഇതിനെന്തുണ്ട്, ഈ വൃത്താകൃതിയിലുള്ള കർവ്ഡ് സർഫസ് ഏരിയ, ഇതാണ് ഇതിൻ്റെ CSA എന്ന് പറയുന്നത്. കർവ്ഡ് സർഫസ് ഏരിയയാണ് CSA. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇതും ആ ഒരു ഗ്ലാസ് ഷേപ്പിലുള്ള ഇതാണ്. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇതിന് 2 ബേസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കർവ്ഡ് സർഫസ് ഏരിയ, ഇവിടെ ചെറിയൊരു ഡിസൈൻ ഇടുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പം എല്ലാ കുപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഈ ഷേപ്പിലാണ് വരെ. ഇപ്പം നമുക്ക് ഇതിനൊരു മൂടിക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പിനൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മളിതൊരു സിലിണ്ടറായിട്ട് തന്നെയാണ് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ TSA πr² + πr². ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് അതിൻ്റെ ബേസിൻ്റെ ഏരിയ 2 എന്താണ്, നമുക്ക് ബേസും അതുപോലെ തന്നെ ഈ 2 സർക്കുലർ ഫേസ് ആണെങ്കിൽ ഇത് എന്ന് പറയുന്നത് ഈ കർവ്ഡ് സർഫസ് ഏരിയയാണ്. ഇതാണ് CSA, കർവ്ഡ് സർഫസ് ഏരിയ. അപ്പോൾ CSA എന്ന് പറയുന്നത് 2πrh. അപ്പോൾ ഏതിൻ്റെ CSA കാണാനുള്ള ഒരു ജനറൽ ഫോർമുല എന്ന് പറയുന്നത് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെ ഇത് സർക്കിളാണ്. സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 2πr ആണ്. അതുകൊണ്ട് നമ്മൾ 2πr × h, 2πrh. ഓക്കെ, അപ്പോൾ നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ 2πr² + 2πr. നമ്മൾ ഫോർമുല പഠിച്ചു കഴിഞ്ഞു. എന്താണ് സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണുന്ന ഫോർമുല 2πr² + 2πrh. 2πr കോമൺ എടുത്താൽ r+. ഇവിടെ r എന്താണ്, റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ സെൻറ്റർ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരം. ഈ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ സർക്കുലർ ഫേസ് ആണ്. ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇവിടെ വരെയുള്ള ഈ ദൂരമാണ് സെൻറ്റർ മുതലാണ് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മറ്റൊരു എക്സാമ്പിളാണ്. ഇത്രയും കൂടി വലിയൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് ഇവിടെ തൊട്ട് ഇതിൻ്റെ സെൻറ്റർ തൊട്ടുള്ള ഒരു ദൂരമാണ് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, 2πr × r+h ആണ് ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ നമ്മളൊരു പ്രാവശ്യം മനസ്സിലാക്കി പഠിച്ചാൽ, ഞാനത് ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച കാര്യമാണ്. പക്ഷെ അന്നത്തെ സാറ് ഞങ്ങൾ മാത്സ് മാഷ് പഠിപ്പിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇതുപോലെ തന്നെ. നമുക്ക് ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അടുത്ത വോളിയത്തിലേക്ക് വരാം. വോളിയം എന്ന് പറയുമ്പോൾ πr². വോളിയം എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു ഇതിൽ കുറച്ച് കോയിൻസ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു സിലിണ്ടറിൽ മാക്സിമം എത്ര കോയിൻസ് അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഉള്ളളവ് കൊള്ളും, അല്ലെങ്കിൽ ഇവിടെ ഞാൻ നോക്കിയിട്ട് ഞാൻ കുറച്ച് ഉഴുന്ന് നിറച്ചിട്ടുണ്ട് ഇതിൽ. ഇത് മൊത്തമായിട്ട് എനിക്ക് എന്തോരം ഉഴുന്ന് നിറയ്ക്കാം, അതൊക്കെയാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു കുപ്പിയിൽ ഇതിൻ്റെ ഷേപ്പ് എത്രത്തോളം വെള്ളം നിറയ്ക്കാം, ഇതിൻ്റെ ഷേപ്പ്
അപ്പോൾ അതെന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെയും വോളിയം കാണാനുള്ള ജനറൽ ഫോർമുലയാണ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് പൈ ആർ സ്ക്വയർ എച്ച്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടൽ സർഫസ് ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ ആയിരിക്കും. വോളിയം സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് ആയിരിക്കും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് ഈ വീഡിയോ പെട്ടെന്ന് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു കട്ടിയുള്ളൊരു പേപ്പറാണ്. ഈ പേപ്പറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതൊരു റെക്റ്റാങ്കിളാണ് ഇതിൻ്റെ ഒരു ഷേപ്പ്. ഈ ഒരു പേപ്പറിനെ ഞാൻ മടക്കിയിട്ട് ഒരു സിലിണ്ടറാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ രണ്ട് എൻഡും പൊള്ളയാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇവിടെ രണ്ട് ഇതും കൂടി വെച്ച് ഇത് ബേസ് രണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സിലിണ്ടറായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr × r+h ആണ്. ആ ഏരിയ എന്ന് പറയുന്നത് ഇത് നിവർത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ റെക്റ്റാങ്കുലർ ഷീറ്റിൻ്റെ ഏരിയയ്ക്ക് തുല്യമായിരിക്കും. അവിടെ നമ്മളത് വെച്ചിട്ടൊരു സിലിണ്ടർ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് പല ചോദ്യങ്ങൾ വരാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിലിണ്ടർ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു സിലിണ്ടറിനെ പെയിൻറ്റ് ചെയ്യാനായിട്ട് എത്ര പെയിൻറ്റ് വേണമെന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ ചില ചോദ്യങ്ങൾ വരും, 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് ഇത്ര രൂപയാണ് പെയിൻറ്റ് ചെയ്യാൻ വരുന്നത്, 1 മീറ്റർ സ്ക്വയറിന് ഇത്ര രൂപയാണെങ്കിൽ ടോട്ടൽ എത്ര രൂപ പെയിൻറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ എത്ര ഏരിയ ഉണ്ടോ അത് കണ്ടുപിടിക്കുക. പിന്നെ സെൻറ്റിമീറ്റർ സ്ക്വയറിൽ മീറ്റർ സ്ക്വയറിൻ്റെ റുപ്പീസ് കോസ്റ്റ് കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുക. ഓക്കെ, ഇനി ചില ഇതിൽ നമുക്ക് ചോദിക്കും, ഈ ഇങ്ങനെ ഒരു സിലിണ്ടറിൽ എത്രത്തോളം വെള്ളം കൊള്ളും ഉള്ളളവാണ് അത്. അതിൻ്റെ മലയാളത്തിൽ വ്യാപ്തം എന്ന് പറയും, ഇംഗ്ലീഷിൽ വോളിയം എന്ന് പറയും. വോളിയം കാണാനുള്ള ഫോർമുല പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പോൾ പൈയുടെ വാല്യൂ ഇപ്പോൾ CBSEയുടെ ചില ബുക്സ് എന്താ പറയുക ക്വസ്റ്റ്യനിലേക്ക് പറയും പൈയുടെ വാല്യൂ 22/7 ആയിട്ട് എടുക്കണമെന്ന് പറയും. ഇല്ലെങ്കിൽ നമുക്ക് 3.14 ആണ് പൈയുടെ വാല്യൂ ആയിട്ട് ഉപയോഗിക്കുന്നത്. പൈ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പൈനെ കുറിച്ച് കൂടുതൽ അറിയാൻ, എങ്ങനെയാണ് വാല്യൂ വന്നതെന്നൊക്കെ അറിയാൻ താല്പര്യം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അതിൻ്റെ വലിയൊരു എങ്ങനെയാണ് പൈ 3.14 വന്നതെന്നൊക്കെയുള്ള ഇതിങ്ങനെ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ളതിനെ കുറിച്ചുള്ളൊരു വലിയൊരു ഇത് തന്നെയുണ്ട്. നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു മനസ്സിലാക്കിയാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് CBSE ICSE സ്റ്റേറ്റിലെ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാനത് സോൾവ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ GT എഡ്യൂക്കേഷൻ്റെ ക്യാപ്ഷൻ തന്നെ എംപവർ ത്രൂ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. വിദ്യയിലൂടെ പ്രബുദ്ധി നേടുക ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശമാണ്. അപ്പോൾ അതിൻ്റെ അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ പ്രായത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ അതൊരു നെല്ലിക്ക പോലെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമൊക്കെ അത് നമുക്ക് കഴിക്കെങ്കിലും പിന്നെ ജീവിതം മൊത്തം മധുരിക്കും. നിങ്ങളുടെ ജീവിതം മൊത്തം വിദ്യയിലൂടെ മധുരമാകട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയോട് നിർത്തുന്നു. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അത് മറ്റുള്ള പഠിക്കാൻ താല്പര്യമുള്ള ഏത് പ്രായക്കാരിലേക്കും അയച്ചു കൊടുക്കുക. താങ്ക് യു. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം.